മാന്യരെ, പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്താൽ പരിപാവനമായ കോടിക്കുളം ഗ്രാമത്തിന്റെ വിജ്ഞാനദീപികയായ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ ഈ 69-ാം വാർഷികത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ കൃപയാൽ 2025-26 അധ്യയന വർഷത്തെ മികവാർന്ന പ്രവർത്തനങ്ങളുടെയും നേട്ടങ്ങളുടെയും റിപ്പോർട്ട് ഏറെ സ്നേഹത്തോടെ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കട്ടെ. സ്കൂൾ മാനേജ്മെന്റ്. കോതമംഗലം രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ സ്തുത്യർഹമായി പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ രക്ഷാധികാരി അഭിവന്ദ്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവാണ്. രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ വികാരി ജനറൽ വെരി റെവറൻഡ് മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിലും സെക്രട്ടറി റെവറൻഡ് ഫാദർ മാത്യു മുണ്ടയ്ക്കലും ഞങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുന്നു. സ്കൂൾ മാനേജരായി റെവറൻഡ് ഫാദർ ജോൺസൺ പഴയ പീടികയിൽ സ്കൂളിന്റെ സർവോത്മകമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകി വരുന്നു. സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് പ്രധാന അധ്യാപിക ശ്രീമതി ടെസി തോമസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. അധ്യയന വർഷാരംഭവും പ്രവേശനോത്സവവും. 2025 ജൂൺ 2-ാം തീയതി പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിൽ വരുന്ന ഈ വിദ്യാലയത്തിൽ ഇംഗ്ലീഷ് മലയാളം മീഡിയത്തിന് തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്നു. UP HS വിഭാഗങ്ങളിലായി പ്രഥമ അധ്യാപിക ഉൾപ്പെടെ 11 അധ്യാപകരും 4 അനധ്യാപകരും ഇവിടെ സേവനമനുഷ്ഠിക്കുകയും 104 കുട്ടികൾ ഇവിടെ വിദ്യ അഭ്യസിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ജോൺസൺ പഴയ പീടികയിൽ അധ്യക്ഷത വഹിച്ച പ്രവേശനോത്സവ ചടങ്ങിൽ നവാഗതരായ കുട്ടികളെ പേനയും ബലൂണും നൽകി സ്വീകരിച്ചു. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ജെർലി റോബി അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്യുകയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഡാനിമോൾ വർഗീസ് SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ കുട്ടികൾക്ക് മെമന്റോ നൽകുകയും ചെയ്തു. സ്റ്റാഫ് കൗൺസിൽ. ഈ അധ്യയന വർഷത്തെ ആദ്യ സ്റ്റാഫ് കൗൺസിൽ LP ഹൈസ്കൂൾ വിഭാഗങ്ങൾ സംയുക്തമായി മാനേജറുടെ അധ്യക്ഷതയിൽ ചേരുകയും പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീ മൈക്കിൾ KJയും സീനിയർ അസിസ്റ്റന്റായി ശ്രീമതി ജിഷ വർഗീസും തിരഞ്ഞെടുക്കപ്പെട്ടു. PTA ആൻഡ് MPTA. ഈ വർഷത്തെ PTA ജനറൽ ബോഡി യോഗം 2025 ജൂൺ 13-ന് ചേർന്നു. PTA പ്രസിഡന്റായി ശ്രീ അനീഷ് തോമസിനെയും MPTA പ്രസിഡന്റായി ശ്രീമതി ഷാനി സാജുവിനെയും തിരഞ്ഞെടുത്തു. കാളിയാർ SHO ശ്രീ ബിജു ജോൺ ലൂക്കോസ് രക്ഷിതാക്കൾക്കായി പേരന്റിംഗ് എന്ന വിഷയത്തിൽ ഈ അവസരത്തിൽ ക്ലാസ് നയിച്ചു. അധ്യയനവും പഠന നിലവാരവും. അക്കാദമിക രംഗത്ത് നമ്മുടെ സ്കൂൾ എക്കാലത്തെയും പോലെ മികച്ച നിലവാരം പുലർത്തി. 2025 മാർച്ചിൽ SSLC എഴുതിയ 28 വിദ്യാർത്ഥികളും വിജയിച്ച് ഉപരിപഠനത്തിന് അർഹത നേടി. കുമാരി തെരേസ മനോജ്, കുമാരി ആഷ്ലി ബിജോ, കുമാരി നയന ഷിജി എന്നിവർ ഫുൾ A+ഉം കുമാരി ലിസ്ബി ബിജോ 9 A+ഉം കരസ്ഥമാക്കി. 2 ആഴ്ചയിലൊരിക്കൽ SRG മീറ്റിംഗ് കൂടുകയും കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ആസൂത്രണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. കൂടാതെ ക്ലാസ് ടെസ്റ്റുകൾ, ക്ലാസ് PTA എന്നിവയും കൃത്യമായി നടത്തിവരുന്നു. ജനാധിപത്യബോധം വളർത്തുന്നതിനായി വോട്ടിംഗ് മെഷീൻ മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി. സ്കൂൾ ലീഡറായി കുമാരി നിഖ ബിനോയിയും ചെയർമാനായി മാസ്റ്റർ സ്റ്റീവ് T അനീഷിനെയും തെരഞ്ഞെടുത്തു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30 വരെ സ്കൂളിന്റെ അച്ചടക്ക പരിപാലനത്തിൽ എല്ലാ അധ്യാപകരും കർശനമായി ശ്രദ്ധിക്കുന്നു. തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ ക്ലാസ് അടിസ്ഥാനത്തിൽ അസംബ്ലികൾ നടത്തിവരുന്നു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം ഭാഷകളിൽ വാർത്താവായന, ക്വിസ് എന്നിവ ഉറപ്പാക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി 5 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി വരുന്നു. ആഴ്ചയിൽ 2 ദിവസം മുട്ടയും പാലും നൽകുന്നു. വിശേഷ ദിവസങ്ങളിൽ ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങിയവയും നൽകുന്നു. കലാ കായിക ശാസ്ത്രമേളകൾ. കായിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ഈ വർഷം നാം നടത്തിയത്. സ്കൂൾ കായികമേള ആരവം 2025 സെപ്റ്റംബർ 19-ന് നടന്നു. റെഡ്, ഗ്രീൻ, ഓറഞ്ച് ഹൗസുകളുടെ അച്ചടക്കത്തോടെയുള്ള മാർച്ച് പാസ്റ്റും ഇന്റർ ഹൗസ് ഫുട്ബോൾ മാച്ചും മറ്റ് കായിക ഇനങ്ങളും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറക്കാനാവാത്ത അനുഭവമായി മാറി. സബ് ജില്ലാ ഫുട്ബോൾ മത്സരത്തിൽ നമ്മുടെ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 9-ാം ക്ലാസ് വിദ്യാർത്ഥി മാസ്റ്റർ ജെറോം മൈക്കിൾ ബിജോ സബ് ജില്ലാ മത്സരത്തിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വണ്ടമറ്റം അക്വാട്ടിക് സെന്ററിൽ നടന്ന സബ് ജില്ലാ നീന്തൽ മത്സരത്തിൽ കുമാരി ശിവപ്രിയ പ്രദീപ് 1-ാം സ്ഥാനവും കുമാരി അനന്യ അനൂപ്, മാസ്റ്റർ സിദ്ധാർത്ഥ് ഷിജു എന്നിവർ 2-ാം സ്ഥാനവും നേടി ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന കായികമേളയിൽ പങ്കെടുത്ത നമ്മുടെ അഭിമാന താരം കുമാരി ശിവപ്രിയ പ്രദീപ് നീന്തൽ മത്സരത്തിൽ 200 മീറ്റർ, 400 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് ഇനങ്ങളിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സ്കൂൾ കലോത്സവം കലിക 2025 കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു. ഹൗസ് അടിസ്ഥാനത്തിൽ നടത്തിയ വിവിധ മത്സര ഇനങ്ങളിൽ കുട്ടികൾ വാശിയേറിയ മത്സരം കാഴ്ചവെച്ചു. സബ് ജില്ലാ കലോത്സവത്തിൽ തൊടുപുഴ ഉപജില്ലയുടെ കീഴിലുള്ള 93 സ്കൂളുകളിൽ 15-ാം സ്ഥാനം നേടാൻ നമുക്ക് കഴിഞ്ഞു. ഗ്രൂപ്പ് ഇനങ്ങളിൽ തിരുവാതിര, നാടൻപാട്ട്,
വഞ്ചിപ്പാട്ട്, ചെണ്ടമേളം എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡ് നേടാൻ സാധിച്ചത് ഈ വർഷത്തെ നമ്മുടെ മികച്ച നേട്ടമാണ്. മലയാളം ഉപന്യാസ രചനയിൽ കുമാരി അശ്വതി രാജേഷ് 1ാം സ്ഥാനം നേടി ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ശാസ്ത്രമേളയിൽ CV രാമൻ ഉപന്യാസ മത്സരത്തിലും കുമാരി അശ്വതി രാജേഷ് 1ാം സ്ഥാനം നേടി ജില്ലാ തലത്തിലേക്ക് അർഹത നേടി. HS വിഭാഗം പ്രവൃത്തി പരിചയമേളയിൽ ബഡ്ഡിംഗ് ആൻഡ് ലെയറിംഗിൽ ജോർജ് ആന്റണി 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്ലബ്ബ് പ്രവർത്തനങ്ങളും ദിനാചരണങ്ങളും. കുട്ടികളുടെ സർഗ്ഗവാസനകൾ വളർത്തുന്നതിനായി വിവിധ ക്ലബ്ബുകൾ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം തൊണ്ടിക്കുഴ ഗവൺമെന്റ് UP സ്കൂൾ റിട്ടയർഡ് HM ശ്രീ CC രാജൻ നടത്തി. വിദ്യാരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കലാമത്സരങ്ങൾ, സാഹിത്യ സെമിനാർ, വാഗ്മയം, ഭാഷാ പ്രതിഭാ മത്സരം തുടങ്ങിയവ നടത്തപ്പെടുന്നു. വിവിധ വിഷയങ്ങളുടെ ക്ലബ്ബുകളോടൊപ്പം എക്കോ ക്ലബ്, ഹെൽത്ത് ക്ലബ്, സീഡ് ക്ലബ്, ടീൻസ് ക്ലബ്, വിമുക്തി ക്ലബ് എന്നിവ ഈ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം, ഡോക്ടേഴ്സ് ദിനം, സ്വാതന്ത്ര്യ ദിനം, കർഷക ദിനം തുടങ്ങിയ എല്ലാ ദിനങ്ങളും ആചരിക്കുകയും റാലികൾ, പ്ലെഡ്ജുകൾ, ക്വിസുകൾ എന്നിവ സമുചിതമായി നടത്തുകയും ചെയ്യുന്നു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി നടത്തിയ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂൾ ഒരുക്കിയ ഷോർട്ട് ഫിലിം ദ ട്രേഡ് വേറിട്ടു നിന്നു. പ്രസ്തുത പ്രവർത്തനങ്ങളിലും മറ്റു സാമൂഹിക വിഷയങ്ങളിലും നമ്മുടെ സ്കൂളിലെ സ്കൗട്ട്, ഗൈഡ്, JRC യൂണിറ്റുകളുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. എക്കോ ക്ലബിന്റെയും സീഡ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ അധ്യാപകരോടും കുട്ടികളോടുമൊപ്പം അനധ്യാപകനായ ശ്രീ ആന്റണി ജോണിന്റെ നേതൃത്വത്തിൽ മികച്ച പച്ചക്കറിത്തോട്ടവും ഔഷധ സസ്യത്തോട്ടവും ശലഭോദ്യാനവും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ പച്ചക്കറിത്തോട്ടത്തിലെ വിഷരഹിതമായ പച്ചക്കറികൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉപയോഗിച്ചു വരുന്നു. KCSലും ആത്മീയതയും. വിശ്വാസം, പഠനം, സ്നേഹം എന്നീ മുദ്രാവാക്യങ്ങളുമായി മുന്നേറുന്ന KCSL എന്ന സംഘടന നമ്മുടെ സ്കൂളിൽ സജീവമാണ്. തിരുഹൃദയ തിരുനാളിന് മാനേജർ അച്ഛൻ സ്കൂൾ വെഞ്ചരിപ്പ് നടത്തി. ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാനയും അർപ്പിക്കുന്നു. ഒക്ടോബർ മാസം 10 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഡിസംബർ 1 മുതൽ ക്രിസ്തുമസ് ഒരുക്കങ്ങൾ ആരംഭിച്ചു. കുട്ടികൾ അവർക്ക് പോക്കറ്റ് മണിയായി ലഭിച്ച തുകകൾ സമാഹരിച്ച് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങി നമ്മുടെ അയൽ സ്ഥാപനമായ സുവിശേഷാശ്രമത്തിൽ നൽകി. പഠനയാത്ര. വിദ്യാർത്ഥികളുടെ അറിവും അനുഭവവും വികസിപ്പിക്കുന്നതിനായി സ്കൂളിൽ നിന്ന് മലമ്പുഴ ഫാന്റസി പാർക്ക്, പാലക്കാട് എന്നിവിടങ്ങളിലേക്ക് നടത്തിയ ഏകദിന പഠനയാത്ര കുട്ടികൾക്ക് പഠനത്തോടൊപ്പം ജീവിതാനുഭവങ്ങളും നല്ല ഓർമ്മകളും സമ്മാനിച്ചു. വിദ്യാർത്ഥികൾക്കായി വിവിധ എൻഡോവ്മെന്റുകൾ, PL ജോർജ് സിസ്റ്റം ഫിലോസഫി സ്കോളർഷിപ്പ് എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓണം, ക്രിസ്മസ് ആഘോഷങ്ങൾ ജാതിമതഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിച്ചു. ഓണസദ്യയും ഓണക്കളികളും ക്രിസ്മസ് കേക്ക് വിതരണവും കരോൾ ഗാനവും സ്കൂളിൽ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു. ഭൗതിക സാഹചര്യങ്ങളും സ്പോൺസർഷിപ്പും. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച പഠന സൗകര്യം ഒരുക്കുന്നതിൽ നാം ശ്രദ്ധിക്കുന്നു. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കമ്പ്യൂട്ടർ ലാബ്, വിപുലമായ പുസ്തക ശേഖരമുള്ള ലൈബ്രറി, സയൻസ് ലാബ് എന്നിവ ഇവിടെ പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോൺസൺ പഴയ പീടികയിൽ സ്കൂളിന്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്തിത്തരുന്നു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മുകളിലത്തെ നിലയിൽ 2 വശത്തും റെയിൽ പിടിപ്പിച്ചത് വളരെ അനുഗ്രഹമായി. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും അഭ്യുദയകാംക്ഷികളും സ്കൂളിന്റെ വികസനത്തിൽ പങ്കാളികളാണ്. 1989 ബാച്ചിലെ സ്നേഹരാജ് PS സ്കൂളിലേക്ക് പ്രസംഗപീഠം, ടീപ്പോയ്, തിരുസ്വരൂപം എന്നിവയ്ക്കായി 27,000 രൂപ നൽകി. 2000 SSLC ബാച്ച് ക്ലാസ് മുറികളിലേക്ക് വൈറ്റ് ബോർഡ് സ്പോൺസർ ചെയ്തു. വണ്ടമറ്റം ലയൺസ് ക്ലബ് വിദ്യാർത്ഥിനികൾക്കായി ഇൻസിനറേറ്റർ സ്ഥാപിച്ചു നൽകി. എല്ലാ ക്ലാസുകളിലേക്കും ദീപിക ദിനപത്രം വട്ടക്കളം സിൽസ് ഉടമ ശ്രീ അജുമോൻ ജേക്കബ് സ്പോൺസർ ചെയ്തു. കലോത്സവത്തിനായി ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ലിസ്ബി ബിജോയുടെ പിതാവ് ശ്രീ ബിജോ P മാത്യു 5,000 രൂപ സംഭാവന നൽകി. കേരള എക്സൈസ് വകുപ്പിന്റെ കീഴിലുള്ള വിമുക്തി ക്ലബിന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഗോൾ പോസ്റ്റും നെറ്റും സ്ഥാപിച്ചു. ഇതിനായി ശ്രീ ജിജോ ജോസഫ് പടിഞ്ഞാറേക്കൂറ്റ് 8,000 രൂപയും നൽകി. ഈ അധ്യയന വർഷം നമ്മുടെ വിദ്യാലയം കൈവരിച്ച എല്ലാ നേട്ടങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും നന്ദിയോടെ സ്മരിക്കുന്നു. വരും വർഷങ്ങളിൽ വിജ്ഞാനത്തിന്റെ ഈ തിരുമുറ്റത്ത് കൂടുതൽ തിളക്കമുള്ള വിജയങ്ങൾ കൊയ്തെടുക്കാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.